ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ദേഹം എന്നാൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. ദഹിച്ചുകൊണ്ടിരിക്കുന്ന ദേഹത്തിൽ ആ പരമാത്മാവിൻ്റെ സാന്നിധ്യത്താൽ അതിനുള്ള പേര് ദേഹി എന്നാണ്. ദേഹത്തിലിരിക്കുന്നത് കൊണ്ട് ദേഹി എന്ന്. ദേഹം വിട്ടാൽ അത് എങ്ങും നിറഞ്ഞിരിക്കുന്ന പരമ്പൊരുളും. അതിനാൽ ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ദേഹത്തെ ഞാനാണ് എന്ന തെറ്റിദ്ധാരണ ആണ് എല്ലാ ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും ഹേതുവായിരിക്കുന്നത്. അതിനാൽ ദേഹോഹചിന്തയ്ക്കധീനരായാൽ സ്വന്തദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ആത്മോഹചിന്തയ്ക്കധീനരായാൽ സ്വന്തദേഹം നയിക്കും നിയാമകർ നാം. ദേഹോഹചിന്തയ്ക്കധീനരായാൽ, ദേഹോഹചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴതാണല്ലോ നമുക്കുള്ളത്. ശരീരം സ്ത്രീയാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്, ശരീരം പുരുഷനാണെങ്കിൽ ഞാനൊരു പുരുഷനാണ്, എനിക്ക് വയസ്സായി എന്നെല്ലാം പറയുന്നത് എന്താ? ഈ ശരീരത്തിനാണ് പ്രായം, ഈ ശരീരത്തിനാണ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇവയെല്ലാം ശരീരത്തിൻ്റെതാണ്. ശരീരം ഞാനാണെന്ന് ധരിക്കുമ്പോൾ ഇതെല്ലാം എൻ്റേതായി. അതാണ് ദേഹോഹചിന്തയ്ക്കധീനരായാൽ സ്വന്തദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ദേഹോഹചിന്തയ്ക്ക് അധീനരായാൽ ഈ ദേഹം ചുമക്കുന്ന വെറും ചുമട്ടുകാർ നമ്മൾ മാത്രമാണ്. ദേഹത്തിൻ്റെ അടിമയാണ് നമ്മൾ. എന്നാൽ ആത്മോഹചിന്തയ്ക്കധീനരായാൽ, ആത്മോഹം, ആ പരമാത്മാവാണ് നാം ഓരോരുത്തരും എന്ന് ബോധിച്ചാൽ, അനുഭവതലത്തിലെത്തിയാൽ, അതാണ് ആത്മോഹചിന്തയ്ക്കധീനരായാൽ സ്വന്ത ദേഹം നയിക്കും നിയാമകർ നാം. ആത്മോഹചിന്ത നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകരാണ് നമ്മൾ, ഇതിൻ്റെ ഉടമയാണ് നമ്മൾ. എന്നാൽ ദേഹോഹചിന്ത വന്നു കഴിഞ്ഞാൽ ദേഹത്തിൻ്റെ അടിമയാണ് നമ്മൾ. ദേഹത്തിന് എന്തൊക്കെയുണ്ടോ അതെൻ്റേതായി, അതിൻ്റെ ക്ലേശങ്ങളെല്ലാം ഞാൻ അനുഭവിക്കുന്നു. അതിനാൽ ദേഹോഹചിന്തയാണോ ആത്മോഹചിന്തയാണോ നമ്മളിൽ വളരേണ്ടതെന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കുക. ദേഹോഹചിന്തയ്ക്കധീനരായാൽ സ്വന്തദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ. ആത്മോഹചിന്തയ്ക്കധീനരായാൽ സ്വന്തദേഹം നയിക്കും നിയാമകർ നാം. അതിനാൽ അവിടെ ഒരു ചെറിയ പരിണാമം മാത്രമേ വേണ്ടൂ. ദേഹോഹം എന്ന ചിന്തയുടെ സ്ഥാനത്ത് ആത്മോഹം എന്ന ചിന്തയാണ് വരേണ്ടത്. ആത്മോഹം എന്നാൽ ആത്മാവാണ്, ഈ ഞാൻ എന്ന ബോധം നമുക്ക് ഉറച്ചു കിട്ടണം. വെറുതെ പറഞ്ഞാൽ പോരാ, ആത്മോഹമെന്ന് പറഞ്ഞാൽ പോരാ. ദേഹോഹം എന്നത് നമ്മളിൽ ഉറച്ചു കിടക്കുകയാണ്, അതിനൊരു മാറ്റവുമില്ല. എന്നാൽ ഇനി ആ ദേഹോഹചിന്ത കുറഞ്ഞ് ആത്മോഹചിന്ത നമ്മളിൽ ഉടലെടുക്കണം. അതിന് നിരന്തരമായ ആത്മവിചാരം നമുക്ക് കൂടിയേ കഴിയൂ. നമ്മുടെ മനസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളാണ് ആത്മാവിനെയും ദേഹോഹചിന്തയെയും ആത്മോഹചിന്തയെയും വേർതിരിക്കുന്നത്. ആ മാലിന്യം നീങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹിയും ഈ ആത്മാവും ഒന്നാണ്. അല്ലെങ്കിൽ ദേഹവും ദേഹിയും രണ്ട് തന്നെ. ദേഹിയുടെ സ്വഭാവവും ദേഹത്തിൻ്റെ സ്വഭാവവും വ്യത്യസ്തമാണ്. ദേഹം നാശത്തിന് വിധേയമാണ്, ദേഹി അനശ്വരവുമാണ്. അതിനാൽ അതേ ദേഹി തന്നെയാണ് ഈ ദേഹത്തിൻ്റെ ഉടമസ്ഥനും. ആ ഉടമസ്ഥനായിരിക്കുന്ന ദേഹസ്ഥൻ അല്ലെങ്കിൽ ആത്മോഹം ഇവിടെ ദേഹത്തിൻ്റെ അടിമയായി മാറുന്നു. ഈ അടിമത്വത്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് വേണ്ടത്. അതിനാൽ നിരന്തരമായ
ആത്മവിചാരം കൊണ്ട് നമുക്ക് ദേഹമാണ് ഞാനെന്ന തോന്നൽ നിർവീര്യമാക്കി ആത്മാവാണ് എന്ന ചിന്ത നമ്മളിൽ വളർത്തിയെടുക്കണം. അപ്പോൾ അത് അനുഭവവേദ്യം ആയിത്തീരുന്നതാണ്.